ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ വർക്കൊക്കെ ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാണ് പോയിട്ട് ഒരു ചായയും കടിയും കഴിച്ചാലോ. ഇതിനെയാണ് നമ്മൾ ക്രേവിംഗ് എന്ന് പറയാം. ഈ ക്രേവിംഗ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഈ ക്രേവിംഗ്സിന്റെ പിന്നിൽ ഒരു ശാരീരിക ശാസ്ത്രമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ 5 ട്രിക്കുകളിലൂടെ നമുക്ക് ഇത് തടയാൻ പറ്റും. വിൽ പവർ വെച്ചിട്ട് തടയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രായോഗികമായിട്ടുള്ള 5 ട്രിക്കുകൾ നമുക്ക് നോക്കാം. സ്ഥിരമായിട്ട് ക്രേവിംഗ് കാരണം സ്നാക്സും ചായയും കടിയൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 30-40 വയസ്സിന്റെ ഉള്ളിൽ തന്നെ വയറ് ചാടാൻ തുടങ്ങും, വെയിറ്റ് കൂടാൻ തുടങ്ങും. 40-45 വയസ്സിന് ശേഷം അവരിൽ പലർക്കും ഷുഗർ, BP, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, നീർക്കെട്ടൊക്കെ വരാൻ തുടങ്ങും. 50 വയസ്സ് കഴിയുമ്പോൾ ഹൃദ്രോഗമായി, സ്ട്രോക്കായി. ഇത് തടയാനുള്ള ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രിക്കാണ്. അതെന്താണ്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നല്ല അളവിൽ പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. രാവിലെ സമയത്ത് നമ്മൾ മലയാളികൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. പുട്ട്, ദോശ, ഇഡ്ഡലി തുടങ്ങിയ അരി ഭക്ഷണം. ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കഴിച്ചാൽ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടും. ഉടനെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഇൻസുലിൻ വരും, അതിനങ്ങോട്ട് ദഹിപ്പിക്കും. ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്ക് വിശക്കാൻ തുടങ്ങുകയാണ്, ഭക്ഷണത്തിനോട് ആഗ്രഹം തോന്നുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മളൊരു ഇടത്തീറ്റ കഴിക്കാൻ പോകും. അത് കഴിച്ചു കഴിയുമ്പോഴും ഇതേ അവസ്ഥ. ഷുഗർ കൂടുന്നു, ഇൻസുലിൻ വരുന്നു, ദഹിപ്പിക്കുന്നു, വീണ്ടും ലഞ്ചിന്റെ സമയമാകുമ്പോഴേക്ക് നല്ല വിശപ്പ്. ഇങ്ങനെ ദിവസം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്നാൽ രാവിലെ കാർബോഹൈഡ്രേറ്റിന് പകരം പ്രോട്ടീൻ ആണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ വേറെ കഥയാണ്. ഇത് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂട്ടില്ല. പ്രോട്ടീനിന്റെ ദഹനം പതുക്കെ ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അധികം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഏകദേശം ഒരു 20-30 ഗ്രാം പ്രോട്ടീൻ രാവിലെ കഴിക്കണം. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 മുട്ട, അതല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടിന്റെ കൂടെ കുറെ നട്ട്സ് കഴിക്കാം, കടല പയറൊക്കെ കഴിക്കാം, ഇറച്ചി മീനും കഴിക്കാം, പ്രോട്ടീൻ ഷേക്ക് കഴിക്കാം. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വെള്ളം ആദ്യം കുടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവ് ആണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ദാഹിക്കാന്ന് വിചാരിക്കാം. തലച്ചോറിന് ദാഹം വിശപ്പും തമ്മിൽ വ്യത്യസ്തമായി വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഉച്ചക്ക് ഒരു 3 മണി സമയത്ത് ശരീരത്തിലെ ജലാംശം കുറയാണെങ്കിൽ തലച്ചോറ് തോന്നിപ്പിക്കുക വിശക്കുന്നുണ്ടെന്നായിരിക്കും. നമ്മളൊരു ചായയും കടിയും കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വെള്ളത്തിന്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാക്സ് കഴിക്കണം തോന്നുമ്പോൾ ആദ്യം പോയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ വിശപ്പാണ്. ഇതുപോലെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതിന് മറ്റൊരു ഗുണമുണ്ട്. അത് നിർജ്ജലീകരണം കുറക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ സ്ട്രെയിൻ കുറക്കുന്നുണ്ട്. മൂന്നാമത്തെ ട്രിക്ക് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക. കാരണം ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടുന്ന ഒരു സംഭവമാണ്. ഇത് പലരും തിരിച്ചറിയുന്നില്ല. ഉറക്കം വേണ്ട രീതിയിൽ കിട്ടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് കൂട്ടുന്ന ഹോർമോൺ കൂടും, വയറ് നിറഞ്ഞ് എന്ന് പറയുന്ന ഹോർമോൺ കുറയും. ഇത് കാരണം ദിവസം മുഴുവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇനി കഴിച്ചാലോ വയറ് നിറഞ്ഞതിന്റെ ഒരു തൃപ്തി കിട്ടൂല. കാരണം ഉറക്കമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തലച്ചോറ് തളർന്നിരിക്കും. അതിന് തലച്ചോറിന് നല്ല എനർജി വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അതിന്റെ കൃത്യമായ ടൈമിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓടിപ്പോകും. ചിലപ്പോൾ ഉച്ചഭക്ഷണം ലേറ്റ് ആക്കും. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഒന്നായിട്ടെല്ലാം വാരി വലിച്ച് കഴിക്കും. അപ്പോൾ വീണ്ടും ഷുഗറിന്റെ അളവ് കൂടുന്നു, ഇൻസുലിൻ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുകയാണ്, വീണ്ടും വിശപ്പ് വരാൻ തുടങ്ങുകയാണ്. നമ്മുടെ ബോഡിയുടെ ഒരു താളം ഇങ്ങനെയുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ശരീരത്തിൽ ഷുഗറൊക്കെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ, ഒരു നല്ല മെറ്റബോളിക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അഞ്ചാമത്തത് ബോറടിച്ചിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് തമാശയല്ല. പല ആളുകൾക്കും വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് സ്നാക്സ് കഴിക്കാൻ തോന്നുന്നത്. TV കാണുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വിശപ്പില്ലെങ്കിൽ പോലും അവർക്ക് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഭക്ഷണം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറുകയാണ്. ഇതിനൊരൊറ്റ വഴിയുള്ളൂ. അത് ആ ഒരു തോന്നൽ മാറ്റുക എന്നുള്ളതല്ല. നമ്മൾ ആക്റ്റീവ് ആവുക, ഒന്ന് നടക്കാൻ പോവുക, കൈ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് എടുക്കുക, കുട്ടികളുടെ കൂടെ കളിക്കുക, വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുക.